ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചേരുവ ചേർത്തുള്ള പാവയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. ഈ 2 പാവയ്ക്കയാണ് തോരൻ വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പാവയ്ക്ക അരിയുന്നതിന് മുൻപ് അതിൽ ചേർക്കാനുള്ള ഉള്ളിയും പച്ചമുളകും തേങ്ങയും കറിവേപ്പിലയും എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം. പാവയ്ക്ക അരിഞ്ഞ് ഒരുപാട് സമയം വെക്കുകയാണെന്ന് വരിയിൽ അതിൻ്റെ കയ്പ് ഇറങ്ങുമെന്ന് എൻ്റെ മദറിൻലോ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ കൊത്തി അരിയോ അല്ലെങ്കിൽ പിളർന്നിട്ട് അതിൻ്റെ കുരുമാറ്റി ഓരോരുത്തരുടെയും സൗകര്യം പോലെ അരിഞ്ഞെടുക്കാം. അതുപോലെ കുരുവിൻ്റെ ഭാഗം വരുമ്പോൾ ഞാൻ അതിങ്ങനെ പുഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കി വിടത്തേ ഉള്ളൂ. അതും ഇങ്ങനെ ചെയ്യുന്നത് സൗകര്യമാണ്. പാവയ്ക്ക കൊത്തി അരിഞ്ഞ് ഇത്രയും ആയി കഴിയുമ്പോൾ എളുപ്പമാണ് ഇതുപോലെ അങ്ങ് എടുത്ത് സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് മാറ്റാനായിട്ട്. ഈ പാവയ്ക്കയിൽ അധികം കുരു ഇല്ലാത്തത് കൊണ്ട് എളുപ്പമാണ് ഇത് അടിയിലോട്ട് നമുക്കിതുപോലെ താഴോട്ട് തള്ളിയിറക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണ്. ചില പാവയ്ക്കയിൽ അത് പ്രയാസമാണ്. അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് അത് കീറി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് എടുത്താൽ മതി. ഇതിൻ്റെ അകം നന്നായിട്ട് ക്ലീനായി, ഇതിൽ കുരുവൊന്നുമില്ല. ചിലർ പാവയ്ക്കായുടെ കയ്പ് കളയാൻ വേണ്ടി ഉപ്പും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതിൽ കൊത്തിയരിഞ്ഞ് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പാവയ്ക്കായുടെ ഗുണം പോകും. പാവയ്ക്കായുടെ കയ്പ് സഹിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു. ഏകദേശം ഒരു 2.5 കപ്പോളം ഉണ്ട്. വീട്ടിൽ പാവയ്ക്ക തോരൻ എപ്പോഴും വയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ രീതി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും പഠിച്ചതാണ്. വളരെ രുചിയുള്ള പാവയ്ക്ക തോരനാണ്. ആദ്യം ഞാൻ ഇതിലേക്ക് 1 കപ്പ് സവോള, ഒരു മീഡിയം സൈസ് ഉണ്ട്, ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് നല്ല ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കുത്തിയരിഞ്ഞത്, 1.5 കപ്പ് തേങ്ങ ചിരകിയെടുത്തത്. അവസാനം ഞാൻ ചേർക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉണക്കമീനാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഇത് കോഡ് മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതിന് സാമ്യമായിട്ടുള്ളത് ഏട്ട ഉണങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല. മുള്ളില്ലാത്ത മീൻ വേണം ഇതിനെ ഉപയോഗിക്കാനായിട്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മീനാണെന്ന് വരിയിൽ 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പ് കളഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇത് ഞാൻ തീരെ കുറച്ച് ഉപ്പിട്ട് ഉണക്കിയെടുത്തതാണ്. ഇത് മിക്സിയിലിട്ട് ആണ് ഞാനിത് പൊടിച്ചെടുത്തത്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. 1 കപ്പോളം ഉണ്ട് ഇത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. ഒരുപാട് ഞെരടരുത്, ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കണം. അത് ഞാൻ മറന്നുപോയി. കറിവേപ്പില ഇച്ചിരി ഇതുപോലെ കീറിയിട്ടാലും മതി. ഒരു 2 തണ്ട് കറിവേപ്പില ഞാൻ ഇപ്പം ചേർക്കുന്നു. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പാവയ്ക്ക ഉണ്ടാക്കുന്നതിന് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണയൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല. പാവയ്ക്കായിട്ട് വഴറ്റി എടുക്കുകയാണ് ഇപ്പോഴേ. പാവയ്ക്കയിൽ ചേർത്തിരിക്കുന്ന ഉണക്കമീൻ വേവിച്ചതല്ല. നമ്മളിതുപോലെ വഴറ്റുമ്പോൾ
ഇതിൽ കിടന്ന് വേകും. പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇത് ഞാൻ 22 മിനിറ്റാണ് വേവിച്ചത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു തണ്ട് നല്ല കറിവേപ്പിലയും കൂടെ മുറിച്ചിട്ട് ഇളക്കി സ്റ്റൗ ഓഫാക്കുകയാണ്. പാവയ്ക്കാത്തോരൻ റെഡിയായി. ഇതുപോലെ ഉണക്കമീൻ പൊടിച്ച് പാവയ്ക്കാത്തോരൻ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ചൂട് ചോറിനാനായിട്ട് നല്ല ഒരു തോരനാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.